അമേരിക്കയ്ക്ക് കെൻഡ്രിക്കും എമിനോവും ഡ്രേക്കൊക്കെ ഉള്ള പോലെ നമുക്കും ഉണ്ടല്ലേ ഒരാള്, പ്രകാശ് മാത്യു. ഇങ്ങനെയായിരുന്നു പ്രകാശ് മാത്യു. എങ്ങനെയായിരിക്കും ഇങ്ങനെയായത്? സോനയുടെ നിന്ന് തന്നെ ഒന്നതിനെ തേപ്പ് ഇട്ടിട്ട് ചെക്കൻ പോയത് US-ലേക്ക്. അല്ലാതെ നമ്മളെ ചില പിള്ളേരെ പോലെ ജിമ്മിലേക്കല്ല. പുള്ളി അവിടെ ചെന്ന് സായിപ്പിന്റെ കെട്ടും മട്ടും ഭാവവും ബ്രാൻഡിങ് സ്റ്റൈലും സ്ട്രാറ്റജിയും ഒക്കെ അങ്ങോട്ട് പഠിച്ചെടുത്തു. എന്നിട്ട് പുള്ളിയുടെ ഓഡിയൻസിനെ അങ്ങോട്ട് സെറ്റ് ചെയ്തു. ഇവിടെയല്ല, അങ്ങ് ഗ്ലോബലിൽ. എന്നിട്ട് പ്രോപ്പറായിട്ടൊരു ബ്രാൻഡിങ് സ്ട്രാറ്റജി, ഒരു ബ്രാൻഡ് ടോണും ഒക്കെ സെറ്റ് ചെയ്തു. എന്നിട്ട് ചെക്കൻ അങ്ങോട്ട് ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, സ്പോട്ടിഫൈ തുടങ്ങിയ എല്ലാ പ്ലാറ്റ്ഫോമിലും തന്നെ പ്രസൻസ് അങ്ങോട്ട് കാണിച്ചു. കൂട്ടത്തിൽ ഗുച്ചി പോലത്തെ നല്ല ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ എൻഡോഴ്സ്മെന്റ്. ഞാൻ ഈ പറഞ്ഞത് പ്രകാശ് മാത്യുവിന്റെ DJ 6 ചെയ്തിട്ടുള്ള ഒരു ഫിക്ഷനേറ്റ് സ്റ്റോറി മാത്രമാണ്. പക്ഷെ നിങ്ങൾക്കും നല്ലൊരു സ്ട്രാറ്റജിയോട് കൂടെ ഒരു കിടിലൻ പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാം. അത് നിങ്ങൾ ഒരു CEO ആണെങ്കിലും, ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും, നിങ്ങളൊരു ലീഡർ ആണെങ്കിലും, ഏത് മേഖലയിലുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് കിടിലനായിട്ട് ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും.